499 വേക്കൻസി ഉള്ള RRB കൽക്കട്ടയാണോ ഏറ്റവും സേഫസ്റ്റ് സോൺ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടല്ലേ? നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. RRB NTPC അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ നോട്ടിഫിക്കേഷൻ വന്ന കാര്യമൊക്കെ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ മക്കളെ. നവംബർ 27 ലാസ്റ്റ് ഡേറ്റ്. അവസാന നിമിഷത്തേക്കൊന്ന് മാറ്റിവെക്കല്ലേ, ഇതൊരു അവസരമാണ്. 3058 വേക്കൻസിയോടെയാണ് ഈ തവണ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. നവംബർ 27 ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, നവംബർ 27 ലാസ്റ്റ് ഡേറ്റ്. പക്ഷെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ തന്നെ സോൺ സെലക്ഷനിലുള്ള ഡൗട്ട്, ഏത് സോണിലാണ് ഞാൻ അപ്ലൈ ചെയ്യേണ്ടത്, എവിടെയാണ് വേക്കൻസി കൂടുതൽ, എവിടെയാണ് കട്ട് ഓഫ് കൂടുതൽ തുടങ്ങിയ കാര്യങ്ങളിൽ നിങ്ങൾ ആശയക്കുഴപ്പത്തിലാണ്. ആ ഒരു ആശയക്കുഴപ്പം മാറ്റി നമുക്കൊരു അടിപൊളി സൊല്യൂഷൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. മക്കളെ, 4 സുപ്രധാന പോസ്റ്റിലേക്കാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ലെവൽ 3 കാറ്റഗറി വരുന്ന, അതേപോലെ തന്നെ B2 മെഡിക്കൽ കാറ്റഗറി വരുന്ന നമ്മുടെ കൊമേഴ്സ് കം ടിക്കറ്റ് ക്ലർക്കാണ് ഒന്നാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് C2 മെഡിക്കൽ കാറ്റഗറിയിലുള്ള അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ് രണ്ടാമത്തെ പോസ്റ്റ്. ഇതേ C2 മെഡിക്കൽ കാറ്റഗറി വരുന്ന ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ് മൂന്നാമത്തെ പോസ്റ്റ്. നാലാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് A3 മെഡിക്കൽ കാറ്റഗറി വരുന്ന ട്രെയിൻ ക്ലർക്കാണ് നാലാമത്തെ പോസ്റ്റ്. നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉള്ള റീജിയനെയാണ് നമ്മളിവിടെ എടുത്തു പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മളിൽ പലരും അപ്ലൈ ചെയ്യുന്ന പ്രധാനപ്പെട്ട റീജിയൻ ആയിട്ടുള്ള ട്രിവാൻഡ്രം, ബാംഗ്ലൂർ, ചെന്നൈ തുടങ്ങിയ റീജിയനെ കുറിച്ച് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കാരണം നമ്മളിൽ പലരും ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്ന 4 പ്രധാനപ്പെട്ട റീജിയൻ ആണ് ചെന്നൈ, ട്രിവാൻഡ്രം, ബാംഗ്ലൂർ, അതോടൊപ്പം തന്നെ സെക്കന്ദരാബാദ്. സോ ഈ റീജിയനും നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എടുത്ത് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ റീജിയൻ എന്ന് പറയുന്നത് അഹമ്മദാബാദ് ആണ്. 140 വേക്കൻസീസ് ആണ് കൊമേഴ്സ് കം ടിക്കറ്റ് ക്ലർക്കിനുള്ളത്. മൊത്തത്തിൽ 153 B2 മെഡിക്കൽ കാറ്റഗറിയിലുള്ള കൊമേഴ്സ് കം ടിക്കറ്റ് ക്ലർക്കിൽ 140 വേക്കൻസീസ് ആണ് അഹമ്മദാബാദിലുള്ളത്. രണ്ടാമത് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉള്ള 499 വേക്കൻസീസ് ഉള്ള കൽക്കട്ട റീജിയനിലാണ്. 499. ഇത് കാണുമ്പോൾ തന്നെ പോയി അപ്ലൈ ചെയ്യല്ലേ. നമ്മൾ കൺക്ലൂഷനിൽ എത്തുന്ന എവിടെയാണ്, കട്ട് ഓഫും കൂടെ നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ കൺക്ലൂഷനിൽ എത്താൻ പോകുന്നത്. അപ്പൊ കൽക്കട്ടയിലേക്ക് വരുമ്പോൾ 354 വേക്കൻസീസ് ആണ് കൊമേഴ്സ് കം ടിക്കറ്റ് ക്ലർക്കിനുള്ളത്. 82 വേക്കൻസീസ് ആണ് അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റിനുള്ളത്. 48 വേക്കൻസീസ് ആണ് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിന്. 15 വേക്കൻസീസ് ആണ് ട്രെയിൻ ക്ലർക്കിന്. അങ്ങനെ മൊത്തത്തിൽ 499 വേക്കൻസീസ് ആണ് കൽക്കട്ട റീജിയനിലുള്ളത്. മൂന്നാമത് നമ്മൾ പോകുന്നത് അജ്മീറിലേക്കാണ്. 116 ടോട്ടൽ വേക്കൻസീസ് ആണ്. അതിൽ 58 വേക്കൻസീസ് എവിടെയാന്ന് ചോദിച്ചാൽ അത് അക്കൗണ്ട് ക്ലർക്ക് ടൈപ്പിസ്റ്റിലാണ്. 58 വേക്കൻസീസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് മുംബൈ ആണ്. കൽക്കട്ട കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉള്ള റീജിയൻ ആണ് മുംബൈ. എന്നാൽ നിങ്ങൾ കൊമേഴ്സ് കം ടിക്കറ്റ് ക്ലർക്കിലേക്ക് നോക്കുമ്പോൾ 361 വേക്കൻസീസ് ആണ് എവിടെ ഉള്ളത്, നമ്മുടെ മുംബൈ റീജിയനിലുള്ളത്. സോ ഇപ്പോഴും നമ്മുടെ കൺക്ലൂഷനിലായിട്ടില്ല. അത് കാണുമെങ്കിൽ എവിടെ വരെ പോകണം, നമ്മൾ കട്ട് ഓഫും കൂടെ നമ്മൾ നോക്കണം. സോ 361 വേക്കൻസീസ് ഉള്ള കൊമേഴ്സ് കം ടിക്കറ്റ് ക്ലർക്ക്, അതേപോലെ തന്നെ 99 വേക്കൻസീസ് ഉള്ള അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, 19 വേക്കൻസി ആണ് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിന്, 15 വേക്കൻസീസ് ആണ് ട്രെയിൻ ക്ലർക്കിനുള്ളത്. സോ ഇങ്ങനെ 494 വേക്കൻസീസ് ആണ് നമ്മുടെ മുംബൈ റീജിയനിലുള്ളത്. അടുത്ത മാൾഡയിലാണ്. 189 വേക്കൻസീസ് ആണ് കൊമേഴ്സ് കം ടിക്കറ്റ് ക്ലർക്കിനുള്ളത്. B2 മെഡിക്കൽ കാറ്റഗറിയിലുള്ള നമ്മുടെ കൊമേഴ്സ് കം ടിക്കറ്റ് ക്ലർക്കിന് 189 വേക്കൻസീസ് ആണ് ഉള്ളത്. സെക്കന്ദരാബാദ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൗത്ത് ഇന്ത്യയിലുള്ളവർ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു റീജിയൻ ആണ് ഇത് സെക്കന്ദരാബാദ്. കമ്പാരിറ്റീവ്ലി നമുക്ക് എന്തുണ്ട് അവിടെ,
വേക്കൻസീസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കട്ട് ഓഫും കൂടെ നമ്മൾ ഒന്ന് നോക്കണം. 251 വേക്കൻസീസ് ആണ് നമ്മുടെ കൊമേഴ്സ് കം ടിക്കറ്റ് ക്ലർക്കിനുള്ളത് സെക്കന്ദരാബാദിൽ. മൊത്തത്തിൽ 272-ൽ 251 വേക്കൻസീസ് കൊമേഴ്സ് കം ടിക്കറ്റ് ക്ലർക്കിനാണ് ഉള്ളത്. ദെൻ അത് കഴിഞ്ഞ് ഭോപ്പാലിലേക്ക് വരുമ്പോൾ 102 വേക്കൻസീസ് ആണ് കൊമേഴ്സ് കം ടിക്കറ്റ് ക്ലർക്കിനുള്ളത്. 123-ൽ 102 ആണ് കൊമേഴ്സ് കം ടിക്കറ്റ് ക്ലർക്കിനുള്ളത്. ബാംഗ്ലൂരിലേക്ക് വരുമ്പോൾ നമ്മൾ ഇവിടെ ഉള്ളവർ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്ന മറ്റൊരു റീജിയൻ ആണ് ബാംഗ്ലൂർ എന്ന് പറയുന്നത്. ബാംഗ്ലൂരിൽ നോക്കുക 54 വേക്കൻസീസേ ഉള്ളൂ. ബാംഗ്ലൂർ ഒരു സേഫ് സോൺ ആണോ? നമുക്ക് ജോലിയാണ് വേണമെങ്കിൽ ബാംഗ്ലൂർ ഒരു സേഫ് സോൺ ആണോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് കട്ട് ഓഫും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടും? ഒരു കൺക്ലൂഷനിൽ എത്താൻ സാധിക്കും. സോ ബാംഗ്ലൂരിൽ മൊത്തത്തിൽ 54 വേക്കൻസീസ് ആണുള്ളത്. അതിൽ 32 വേക്കൻസീസ് കൊമേഴ്സ് കം ടിക്കറ്റ് ക്ലർക്കിനാണുള്ളത്. ചെന്നൈയിലേക്ക് വരുമ്പോൾ 80 വേക്കൻസീസ് ഉണ്ട്. 80 വേക്കൻസീസ് 58 വേക്കൻസീസ് അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റിനാണ് 58 വേക്കൻസീസ്. അടുത്തത് ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രത്തിലേക്ക് വരുമ്പോൾ നോക്കിക്കോ 86 വേക്കൻസീസ് ഉണ്ട്. 86 വേക്കൻസീസിൽ 83 വേക്കൻസീസും എവിടെ തന്നെയാണ്? കൊമേഴ്സ് കം ടിക്കറ്റ് ക്ലർക്കിനാണ്. ലെവൽ 3 ആണ് കേട്ടോ. അത് നമുക്ക് പ്രൊമോഷൻ കിട്ടിയ ഒരു ലെവൽ 6 ലെവൽ 7 വരെ പോകാം. സോ ഈ ലെവൽ 3 വരുന്ന കൊമേഴ്സ് കം ടിക്കറ്റ് ക്ലർക്കിന് 83 വേക്കൻസീസ് ആണ് ഇവിടെ ഉള്ളത്, നമ്മുടെ ട്രിവാൻഡ്രത്തുള്ളത്. അടുത്ത നമ്മൾ പോകുന്നത് പ്രയാഗ്രാജിലേക്കാണ്. 303 വേക്കൻസീസ് ആണ് പ്രയാഗ്രാജിലുള്ളത്. അതിൽ 293 വേക്കൻസീസ് കൊമേഴ്സ് കം ടിക്കറ്റ് ക്ലർക്കിനാണ്. B2 മെഡിക്കൽ കാറ്റഗറിയിലുള്ള കൊമേഴ്സ് കം ടിക്കറ്റ് ക്ലർക്കിനാണ് 293 വേക്കൻസീസ് ഉള്ളത്. ജമ്മു ആൻഡ് ശ്രീനഗറിലേക്ക് വരുമ്പോൾ മൊത്തത്തിൽ 137 വേക്കൻസീസ് ആണ്. അതിൽ 114 വേക്കൻസീസും കൊമേഴ്സ് കം ടിക്കറ്റ് ക്ലർക്കിനാണുള്ളത്. ഗുവാഹട്ടിയിലേക്ക് നമ്മൾ വരുമ്പോൾ 130 വേക്കൻസീസ് ആണ് കൊമേഴ്സ് കം ടിക്കറ്റ് ക്ലർക്കിനുള്ളത്. മൊത്തത്തിൽ 135-ൽ 130 വേക്കൻസീസും എവിടെയാണ് വന്നിട്ടുള്ളത്? കൊമേഴ്സ് കം ടിക്കറ്റ് ക്ലർക്കിനാണ്. ഗുവാഹട്ടിയുടെ കേസ് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത വരുന്നതാണ് ഗോരഖ്പൂരിലേക്ക് വരുമ്പോൾ 166 വേക്കൻസീസ് ആണ് കൊമേഴ്സ് കം ടിക്കറ്റ് ക്ലർക്കിനുള്ളത്. 173-ൽ 166 വേക്കൻസീസും കൊമേഴ്സ് കം ടിക്കറ്റ് ക്ലർക്കിനാണുള്ളത്. B2 ആണ് മെഡിക്കൽ കാറ്റഗറി. നിങ്ങൾ ഗ്ലാസ് ഒക്കെ സ്പെക്സ് ഒക്കെ വെക്കുന്നവരാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. അത്ര ഹൈ മെഡിക്കൽ സ്റ്റാൻഡേർഡ് അല്ല B2 എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് തന്നെയാണ് എന്ത്? B2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ബിലാസ്പൂരിലേക്ക് വരുമ്പോൾ 69 വേക്കൻസീസ് ആണ് ടോട്ടൽ ഉള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉള്ളത് കൊമേഴ്സ് കം ടിക്കറ്റ് ക്ലർക്കിനാണ്. 46 വേക്കൻസീസ് ആണ് അവിടെ ഉള്ളത്. സോ ഇങ്ങനെ 3058 വേക്കൻസീസിലേക്കാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. 4 സുപ്രധാന പോസ്റ്റുകൾ. നിങ്ങൾ നമ്പർ ഓഫ് വേക്കൻസീസ് കണ്ടിട്ടുണ്ടോ? ഓരോ റീജിയൻ എടുത്താണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ആ ഓരോ റീജിയന്റെ നമ്പർ ഓഫ് വേക്കൻസീസ് ഒക്കെ നിങ്ങൾ കണ്ടു കാണും. നിങ്ങൾക്ക് ഇപ്പോ ഒരു ഐഡിയയിലേക്ക് ഇങ്ങനെ പതിയെ നിങ്ങൾ എത്തുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കൺക്ലൂഷനിലായിട്ടില്ല. കൺക്ലൂഷനിൽ എത്തുന്നെങ്കിൽ എവിടെ എത്തണം? നമ്മൾ കട്ട് ഓഫും കൂടെ ഒന്ന് കാണണം. കട്ട് ഓഫിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ RRB മുംബൈയിലേക്ക് നോക്കിയേ 82 വരെയാണ് അവിടെ അണ്ടർ റിസർവ്ഡിന്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. URന്റെ കട്ട് ഓഫ് 82 വരെയാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ 78 ആണ് OBC കാണാൻ പറ്റുന്നത്. SC വരുമ്പോൾ അത് 70, ST വരുമ്പോൾ 62, EWS വരുമ്പോൾ 76. നമുക്കപ്പോ അവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ഹൈ കട്ട് ഓഫ് ആണ്. വേക്കൻസി കൂടുതലാണ്. അതേപോലെ തന്നെ അവിടെ എന്താണ്? കട്ട് ഓഫ് അവിടെ വളരെ കൂടുതലാണ്. 82 വരെയാണ് അവിടെ കട്ട് ഓഫ് വരുന്നത്. സോ നമുക്ക് വേക്കൻസി ഉണ്ട്. അതേപോലെ തന്നെ അവിടെ എന്തുണ്ട്? കട്ട് ഓഫും കൂടുതലാണ്. നിങ്ങൾ നോക്കിയേ കൽക്കട്ട, അതേ സാഹചര്യം തന്നെയാണ് കൽക്കട്ടയിലും ഉള്ളത്. 499 വേക്കൻസി ഉള്ള കൽക്കട്ട ഒരു സേഫ് സോൺ ആണോ എന്ന് നിങ്ങൾ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. 83 ആണ് അവിടെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. എത്രയാണ്? 83 ആണ് കട്ട് ഓഫ് വരെ വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ മോർ ദാൻ 80 ആണ് അവിടെ. 80+ കട്ട് ഓഫ് ആണ് ഈ രണ്ട് റീജിയനിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചണ്ഡീഗഡിലേക്ക് വരുമ്പോഴും നമുക്ക് ഈ പറയുന്ന വേക്കൻസീസ് ഒന്നും അത്രയും ഇല്ല. എന്നാൽ ഞാൻ ഇവിടെ ആ ഒരു കട്ട് ഓഫ് കാണിക്കുന്നെന്ന് പറഞ്ഞാൽ 80+ അവിടെ കട്ട് ഓഫ് വരുന്നുണ്ട്. അഹമ്മദാബാദ് നമ്മൾ ആദ്യം കണ്ട റീജിയൻ ആണ് അഹമ്മദാബാദിലും 80+ കട്ട് ഓഫ് കാണാൻ സാധിക്കുന്നുണ്ട്. 81 ആണ്.
അവിടെ കട്ട് ഓഫ് വരുന്നത് 140 വേക്കൻസി കൊമേഴ്സ് കം ടിക്കറ്റ് ക്ലർക്കിനുണ്ടെങ്കിൽ പോലും അവിടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 80+ ആണ് നമുക്ക് പറയാൻ സാധിക്കും. അജ്മീറിലേക്ക് വരുമ്പോഴും നമുക്ക് ആ 80+ കാണാൻ സാധിക്കുന്നുണ്ട്. 82 ആണ് അജ്മീറിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ബാംഗ്ലൂർ നോക്കിയേ 74 ആണ്. 74 മുതൽ 78 വരെയാണ് ബാംഗ്ലൂരിന്റെ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും കണ്ടതിൽ കമ്പാരിറ്റീവ്ലി ഇച്ചിരി കുറവുള്ള ഒരു കട്ട് ഓഫ് ആണ് നമുക്ക് ബാംഗ്ലൂരിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷെ നമ്പർ ഓഫ് വേക്കൻസീസ് അവിടെ എന്താണ്, കുറവാണ്. സോ 78 വരെ അവിടെ കട്ട് ഓഫ് വരുന്നുണ്ട്. നിങ്ങൾ ഭോപ്പാലിലേക്ക് വരുമ്പോഴും നമുക്ക് ആ ഒരു 80 നമുക്ക് കട്ട് ഓഫ് കാണാൻ സാധിക്കുന്നുണ്ട്. ഭുവനേശ്വറിലേക്ക് വരുമ്പോഴും ആ 79 കട്ട് ഓഫ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബിലാസ്പൂരിലേക്ക് വരുമ്പോൾ 77 വരെയാണ് നമുക്ക് കട്ട് ഓഫ് കാണാൻ സാധിക്കുന്നത്. അടുത്ത ചെന്നൈ, നമ്മൾ പറയുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്ന ഒരു റീജിയൻ ആണ് ബാംഗ്ലൂർ, ചെന്നൈ. ചെന്നൈയിലെ കട്ട് ഓഫ് നോക്കിയേ 82 വരെയാണ് നമുക്ക് അവിടെ കട്ട് ഓഫ് വന്ന് കിടക്കുന്നത്. 82 ആണ് ഒരു ജനറൽ കാറ്റഗറിയിൽ അവിടെ കട്ട് ഓഫ് വരുന്നത്. അതേപോലെ തന്നെ 78 വരുന്നുണ്ട് OBCക്ക്, SCക്ക് 70 വരുന്നുണ്ട്, STക്ക് 62 വരെ വരുന്നുണ്ട്, EWSന് 76 വരെ കട്ട് ഓഫ് വരുന്നുണ്ട്. സോ ഒരു ഹൈ കട്ട് ഓഫ് നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, നമ്മുടെ ചെന്നൈയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഗോരഖ്പൂരിലും നമ്പർ ഓഫ് വേക്കൻസീസ് ഉള്ള ഒരു റീജിയൻ തന്നെയാണ് ഗോരഖ്പൂർ. ആ ഗോരഖ്പൂരിൽ 80 വരെയാണ് നമുക്ക് കട്ട് ഓഫ് കാണാൻ സാധിക്കുന്നത്. ഗുവാഹട്ടിയിലേക്ക് വരുമ്പോൾ 78 വരെ കട്ട് ഓഫ് കാണാൻ സാധിക്കുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി നമുക്ക് വേക്കൻസീസ് ഉള്ള ഒരു റീജിയൻ തന്നെയാണ് ഗുവാഹട്ടി. 130 വേക്കൻസീസ് ഉള്ള ഒരു റീജിയൻ ആണ് ഗുവാഹട്ടി. ഈ ഗുവാഹട്ടിയിൽ നമുക്ക് 78 വരെയാണ് നമുക്ക് കട്ട് ഓഫ് കാണാൻ സാധിക്കുന്നത്. ജമ്മുവിലും നമുക്ക് 77 വരെയാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 80 ആണ് ഇവിടെയൊക്കെ നമുക്ക് കട്ട് ഓഫ് കാണാൻ സാധിക്കുന്നത്. ദെൻ മാൾഡയിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞു മാൾഡയിൽ 189 വേക്കൻസീസ് ആണ് മാൾഡയിൽ ഉള്ളത്. കൊമേഴ്സ് കം ടിക്കറ്റ് ക്ലർക്കിന് മാൾഡയിൽ 189 വേക്കൻസീസ് ആണ്. നിങ്ങൾ കട്ട് ഓഫ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്താണ്, 72 മുതൽ 76 വരെയാണ് അവിടെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. നമ്മൾ കണ്ടതിൽ ഏറ്റവും കുറവ് കട്ട് ഓഫ് കാണാൻ സാധിക്കുന്ന എവിടെയാണ്, മാൾഡയിലാണ്. മാൾഡ നമുക്ക് വേണമെങ്കിൽ ഒരു റീജിയൻ ആയിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഹോം സ്റ്റേറ്റ് ഒന്നും വേണ്ട, അല്ലെങ്കിൽ എനിക്ക് ജോലി മാത്രം മതി എന്നൊരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾക്ക് മാൾഡ സെലക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു റീജിയൻ തന്നെയാണ്. കാരണം നമ്മുടെ ആ കട്ട് ഓഫും കൂടെ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ 72 മുതൽ 76 വരെയാണ് അവിടെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ദെൻ പാട്നയിലേക്ക് വരുമ്പോഴൊക്കെ നമുക്ക് കട്ട് ഓഫ് കൂടുതലാണ്. ഇവിടെ നമുക്ക് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഹൈ കട്ട് ഓഫ് കാണാൻ സാധിക്കുന്നത് നമ്മുടെ സെക്കന്ദരാബാദ് ആണ്. നമുക്കറിയാം വേക്കൻസി 200-ന് മുകളിൽ വേക്കൻസി ഉണ്ട് കൊമേഴ്സ് കം ടിക്കറ്റ് ക്ലർക്കിന് മാത്രം. എന്നാൽ അവിടെ നമുക്ക് 82 വരെയാണ് നമുക്ക് അവിടെ കട്ട് ഓഫ് കാണാൻ സാധിക്കുന്നത്. ദെൻ നമ്മൾ ട്രിവാൻഡ്രത്തിലേക്ക് വരുമ്പോഴും നമുക്ക് 76 മുതൽ 80 വരെയാണ് അവിടെ കട്ട് ഓഫ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് സൗത്ത് ഇന്ത്യ വേണം എന്നൊരു ചിന്തയിലാണ് നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് എന്റെ സ്റ്റേറ്റ് വിട്ട് പോകാൻ താല്പര്യമില്ല എന്നൊരു മനോഗതിയിൽ അല്ലെങ്കിൽ മനോഭാവത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു റീജിയൻ തന്നെയാണ് ഇത് നമ്മുടെ ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. ചെന്നൈയും ബാംഗ്ലൂരും സെക്കന്ദരാബാദും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു റീജിയൻ ആണ് ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. കാരണം 76 മുതൽ 80 വരെ കട്ട് ഓഫ് വരുന്നുണ്ട്. അതേപോലെ തന്നെ കൊമേഴ്സ് കം ടിക്കറ്റ് ക്ലർക്കിന് ബാക്കി സ്ഥലങ്ങൾ സെക്കന്ദരാബാദ് വിടുക. കാരണം സെക്കന്ദരാബാദിൽ 82 വരെയാണ് കട്ട് ഓഫ് വരുന്നത്. ഈ സെക്കന്ദരാബാദ് ഒഴിച്ച് ചെന്നൈയും ബാംഗ്ലൂരും നോക്കുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു റീജിയൻ തന്നെയാണ് ഇത് നമ്മുടെ ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഈ കട്ട് ഓഫ് ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 80 വരെ പോകുന്ന റീജിയൻസിന്റെ എണ്ണം വളരെ കൂടുതലാണ്. ദാറ്റ് മീൻസ് കട്ട് ഓഫ് വളരെ ഹൈ ആണ്. അതിനനുസരിച്ച് വേണം നിങ്ങളുടെ പഠിത്തവും മുന്നേറാൻ. കാരണം നമ്മൾ കണ്ടു, നമ്മൾ വെറുതെ ഒരു കണക്കിലല്ല പറയുന്നത്, നമ്മുടെ കട്ട് ഓഫിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാണുമ്പോൾ 80 വരെ കട്ട് ഓഫ് നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പഠിത്തം എന്തായിരിക്കണം, ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരാൻ ശ്രമിക്കണം. നമുക്ക് ജോലിയാണ് വേണ്ടത്. ആ ജോലിക്ക് വേണ്ട അതിന്റെ അത്രമാത്രം പഠിത്തം നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, നമ്മളിവിടെ കാഴ്ചവെച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് CBT 2 ക്ലിയർ ചെയ്ത് നമ്മുടെ സ്വപ്ന ജോലിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ നമുക്ക് ജോലിയാണ് വേണ്ടത്. നമുക്ക് സൗത്ത് ഇന്ത്യ അങ്ങനെ യാതൊരു തരത്തിലുള്ള ഒരു ഡിസ്റ്റിങ്ക്യൂഷൻ ഇല്ല. മറിച്ച് നമുക്കൊരു ജോലിയാണ് വേണ്ടത് എന്നുള്ള
ഉള്ളൊരു മനോഭാവം ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു റീജിയൻ ഏതാന്ന് ചോദിച്ചാൽ എന്റെ അഭിപ്രായത്തിൽ മാൾഡയാണ്. കാരണം 189 വേക്കൻസീസ് ആണ് കൊമേഴ്സ് കം ടിക്കറ്റ് ക്ലർക്കിനുള്ളത്. അതേപോലെ തന്നെ നമ്മൾ കണ്ടതിൽ ഏറ്റവും കട്ട് ഓഫ് കുറവുള്ള ഒരു റീജിയൻ തന്നെയാണ് മാൾഡ എന്ന് പറയുന്നത്. കാരണം അവിടെ 72 മുതൽ 76 വരെയാണ് നമുക്ക് കട്ട് ഓഫ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, എനിക്ക് ഹോം സ്റ്റേറ്റ് തന്നെ വേണം, അല്ലെങ്കിൽ എനിക്ക് സൗത്ത് ഇന്ത്യ വിട്ടു പോകാൻ താല്പര്യമില്ല എന്നൊരു ചിന്തയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു റീജിയൻ ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അത് ട്രിവാൻഡ്രം റീജിയൻ തന്നെയാണ്. കാരണം നമുക്ക് 80 വേക്കൻസി വരെ അല്ലെങ്കിൽ 83 വേക്കൻസി വരെ എവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, കൊമേഴ്സ് കം ടിക്കറ്റ് ക്ലർക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ സദേൺ റീജിയനിൽ നമുക്ക് കട്ട് ഓഫ് 76 മുതൽ 80 വരെയാണ് നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നത്, ട്രിവാൻഡ്രത്ത് കാണാൻ സാധിക്കുന്നത്. സോ ട്രിവാൻഡ്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റീജിയൻ ആണ്. എന്നാൽ നമ്പർ ഓഫ് വേക്കൻസിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ മുംബൈ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന റീജിയൻ ആണ്. പക്ഷേ കട്ട് ഓഫ് അവിടെ കൂടുതലാണ്. ആ കട്ട് ഓഫ് എനിക്ക് മറികടക്കാൻ സാധിക്കും എന്നൊരു വിശ്വാസമുള്ളവരാണെങ്കിൽ കോമ്പറ്റീഷൻ വളരെ കൂടുതലായിരിക്കും. ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, കോമ്പറ്റീഷൻ കൂടുതലാണ്, വേക്കൻസി ഉണ്ട്, എന്നാൽ ആ കട്ട് ഓഫ് എനിക്ക് മറികടക്കാൻ സാധിക്കും എന്ന് വിശ്വാസമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മുംബൈ അപ്ലൈ ചെയ്യാൻ സാധിക്കും. കാരണം 361 വേക്കൻസീസ് ആണ് കൊമേഴ്സ് കം ടിക്കറ്റ് ക്ലർക്കിന് എവിടെ ഉള്ളത്, മുംബൈയിലുള്ളത്. B2 മെഡിക്കൽ കാറ്റഗറിയും കൂടിയാണ്. സോ ഇതാണ് നമ്മുടെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ എന്ത് ചെയ്യുക, നിങ്ങൾ റിപ്പീറ്റഡ്ലി കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഒരു കൺക്ലൂഷനിൽ എത്താൻ സാധിക്കും. ആ ഒരു സ്റ്റാറ്റിക് എടുത്ത് നിങ്ങൾ പരിശോധിക്കുക, പരിശോധിച്ച് നിങ്ങൾ കൺക്ലൂഷനിലെത്തി ഏറ്റവും ശ്രദ്ധാപൂർവം തന്നെ എന്ത് ചെയ്യുക, 27-ന് മുൻപ് അപ്ലൈ ചെയ്യുക. നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺ ഗോയിങ് ബാച്ച് ആണ്. RRB NTPC ഗ്രാജുവേറ്റിനും അണ്ടർ ഗ്രാജുവേറ്റിനും വേണ്ടി യാത്ര എന്ന് പറയുന്ന ബാച്ച് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ധാരാളം സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ബാച്ച് ആണ് നമ്മുടെ ഇവിടെ. 350+ hours ക്ലാസ്സസ് ഇൻ ഇംഗ്ലീഷ്, മലയാളം, അതേപോലെ തന്നെ പ്രിന്റബിൾ PDF നോട്ട് ഇൻ ഇംഗ്ലീഷ്, മലയാളം, മെന്റർഷിപ്പ് സെക്ഷൻ, PYQ സെക്ഷൻ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് PYQ അനാലിസ് ചെയ്യുക. ആ PYQ അനാലിസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്, ഏതൊക്കെ റീജിയൻ ആണ് വെയിറ്റേജ് കൂടുതൽ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എവിടെ നിന്നാന്ന് ചോദിച്ചാൽ അത് PYQ അനാലിസ് ചെയ്യുമ്പോഴാണ്. സോ ആ PYQ അനാലിസിസ്, അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റ് എടുക്കുക. മോക്ക് ടെസ്റ്റിനെ വെറുതെ മോക്ക് ടെസ്റ്റ് എടുക്കുക അല്ല, ഇവിടെ ആ മോക്ക് ടെസ്റ്റ് എടുക്കുന്നു, അതേപോലെ തന്നെ ആ മോക്ക് ടെസ്റ്റിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസും ഡിസ്കഷനും നമ്മളിവിടെ നടത്തുന്നതാണ്. മെന്റർഷിപ്പ് സെക്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ പഠിത്ത നിലവാരമൊക്കെ ഒന്ന് മെഷർ ചെയ്യാനും എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഒരു ഓൺ ഗോയിങ് ഇവാലുവേഷൻ ആയിട്ട് മെന്റർഷിപ്പ് സെക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ മോട്ടിവേഷൻ സെക്ഷൻസ് നമ്മൾ ഈ ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതാണ്. യാത്ര എന്ന് പറയുന്ന നമ്മുടെ പുതിയ ബാച്ച് ഓൺ ഗോയിങ് ബാച്ച് ആണ്. സോ NTPC അണ്ടർ ഗ്രാജുവേറ്റിനും ഗ്രാജുവേറ്റിനും വേണ്ടി അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് CBT 2 വരെയാണ്. സെയിം ടൈം നിങ്ങൾക്ക് കൂടുതൽ വിവരം ഈ ഒരു ബാച്ചിനെ കുറിച്ച് അറിയണമെങ്കിൽ 8281223366 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ യാത്രി എന്ന് പറയുന്ന ബാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിവരം കിട്ടും. അതേപോലെ തന്നെ താഴെ ഒരു ഗൂഗിൾ ഫോം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം അപ്ലൈ ചെയ്താലും ആ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഞാൻ ഒന്നുകൂടെ ആ നമ്പർ പറയുന്നു, 8281223366 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. യാത്രി എന്ന് പറയുന്ന ബാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിവരം കിട്ടുന്നതായിരിക്കും. താങ്ക് യു.